സ്വാഭാവികമായും ഒരു ലോക്കൽ ബോഡി ഇലക്ഷന്റെ സമയത്ത് ആ നാട്ടിലെ വികസനങ്ങളെ കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അവിടുത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ, തെരുവ് വിളക്കുകൾ കത്താത്തത്, അർഹതപ്പെട്ട പല ആളുകൾക്കും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ പാർട്ടികളും ചർച്ച ചെയ്യാറുണ്ട്. നിലവിലുള്ള വാർഡ് മെമ്പറുടെ അഴിമതിയെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വെറും പ്രാദേശിക വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യാൽ പോരാ എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് നിങ്ങൾക്കറിയാം. ഈ രാജ്യത്തെ പ്രബല ജനവിഭാഗങ്ങൾ അവർ ഈ രാജ്യത്തെ പൗരന്മാരായിരുന്നു എന്നത് പലപ്പോഴായി തെളിയിക്കപ്പെട്ട, അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അങ്ങനെയുള്ള ആളുകളെ ഈ രാജ്യത്ത് പൗരന്മാരല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു ഭീതിതമായ സാഹചര്യത്തെ അഡ്രസ് ചെയ്യാതെ, അഭിസംബോധന ചെയ്യാതെ, വെറും പ്രാദേശിക രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മാത്രം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നമുക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു. 4.5 നൂറ്റാണ്ട് കാലം ഈ രാജ്യത്തെ പ്രബല മതവിഭാഗമായ മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്ന ഒരു പള്ളി അധികാരത്തിന്റെ പിൻബലത്തോടുകൂടി കയ്യൂക്കുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കുകയും ആ പള്ളി നിന്നിരുന്ന സ്ഥാനത്ത് രാജ്യത്ത് നിലനിൽക്കുന്ന മുഴുവൻ നിയമ സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് അവിടെ മറ്റൊരു ആരാധനാലയം സ്ഥാപിക്കുന്നതിന് ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനം അവസരമൊരുക്കി കൊടുത്തതും നമ്മൾ കണ്ടു. ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥാനം അത് പള്ളിയുടേതായിരുന്നു എന്നും അവിടെ നിലനിന്നത് ബാബരി മസ്ജിദാണ് എന്നും ആ പള്ളി അക്രമകാരികൾ തകർത്തിട്ടാണ് അവിടെ താൽക്കാലികമായൊരു ക്ഷേത്രം നിർമ്മിച്ചത് എന്നും കണ്ടെത്തിയ കോടതിക്ക് ആ ശരിയുടെ കൂടെ നിൽക്കുക എന്ന പ്രാഥമിക ബാധ്യത, നീതിയോടുള്ള പ്രതിബദ്ധത പുലർത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി വിധിയിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. യാദൃച്ഛികമായി സംഭവിച്ച, ആവേശം കൊണ്ട് വഴിതെറ്റിപ്പോയൊരു ജനതയുടെ അക്രമമായിരുന്നില്ല ബാബരി മസ്ജിദിന്റെ തകർച്ച. ആരും നിയന്ത്രിക്കപ്പെടാനില്ലാത്ത അക്രമകാരികളായൊരു ജനക്കൂട്ടം അവർക്ക് തോന്നിയ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തകർക്കലുമായിരുന്നില്ല അത്. വർഷങ്ങളോളം കൃത്യമായ പ്ലാനിംഗ് നടത്തി ഇങ്ങനെയാണ് ബാബരി മസ്ജിദ് തകർക്കേണ്ടത് എന്ന് പല ബിൽഡിങ്ങുകളും തകർത്ത് പരിശീലനം നടത്തി ഒരറിയിപ്പ് കിട്ടിയാൽ ഏതൊക്കെ പള്ളിയുടെ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് ആരൊക്കെയാണ്, ഏത് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കയറേണ്ടത്, ഏത് ഭാഗമാണ് ആദ്യം തകർക്കേണ്ടത്, ആ പള്ളി തകർക്കുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് പരിക്ക് പറ്റാതെ ഇങ്ങനെയാണ് ആ പള്ളി പരിപൂർണമായും തകർക്കേണ്ടത് എന്ന് കൃത്യമായി പരിശീലനം ലഭിച്ച ആളുകൾ അവർക്ക് ലഭിച്ച ഒരവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ആ പള്ളി തകർത്തത് എന്ന് നമുക്കറിയാം. ഒരു കയ്യബദ്ധമായിരുന്നില്ല അത്. ആവേശത്തള്ളിച്ചയിൽ സംഭവിച്ചുപോയ ഒരു വീഴ്ചയായിരുന്നില്ല അത്. ബോധപൂർവമായ ശ്രമത്തിനൊടുവിൽ, ഒരുപാട് നാളത്തെ പരിശീലനത്തിനൊടുവിൽ ആ പള്ളി തകർത്തത് നിയമവിരുദ്ധമാണ് എങ്കിൽ, ആ പള്ളി തകർത്തത് ഒരു കയ്യബദ്ധമായിരുന്നില്ല എങ്കിൽ ഈ രാജ്യത്ത് നീതി പുലരുക തന്നെ ചെയ്യും. സത്യം വിജയിക്കുകയും നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ആളുകൾക്ക് അധികാരം കിട്ടുകയും ലഭിക്കുന്ന ഒരു നാളിൽ
എന്തൊരു തെറ്റാണ് ഈ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളത്, എന്തൊരു കളങ്കമാണ് ഈ രാജ്യത്തെ മതേതരത്വത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഏതൊക്കെ ആശയങ്ങളെയാണോ തകർത്തെറിഞ്ഞിട്ടുള്ളത്, അതിനെയെല്ലാം ശരിയാക്കി ഈ രാജ്യത്ത് ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥാനത്ത് ബാബരി മസ്ജിദ് സ്ഥാപിച്ചുകൊണ്ടല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങൾ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകില്ല എന്ന് നിങ്ങൾ എഴുതി വെച്ചോ. ഇതിന് കുറച്ച് സമയമെടുക്കുമായിരിക്കും, കുറച്ച് വർഷങ്ങളെടുക്കുമായിരിക്കും. ഒരു പക്ഷേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടുകയില്ലായിരിക്കും. പക്ഷേ ഞങ്ങൾ ഈ രാജ്യത്തെ കുട്ടികളോട് ഈ കൊടിയ അനീതിയെക്കുറിച്ച് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഈ നീതി നിഷേധത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ എന്നാണോ മർദ്ദിതർ കൈക്കരുത്ത് നേടുകയും നീതി പുനർജനിക്കുകയും ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു പുലരിയിൽ ഈ രാജ്യത്ത് തകർക്കപ്പെട്ട ബാബരി മസ്ജിദ് പൂർവാധികം ശോഭയോടുകൂടി ഈ രാജ്യത്ത് അയോധ്യയിൽ തലയുയർത്തി നിൽക്കും. അത് ഞങ്ങൾ നിർത്തിക്കും. അതില് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരാശങ്കയില്ല. ഇനി ഏത് പ്രതിസന്ധി വന്നാലും അന്നും ഞങ്ങളത് ആശങ്കപ്പെടുന്നില്ല. കാരണം തെറ്റുകൾ സംഭവിച്ചാൽ അത് തിരുത്തുക എന്നുള്ളത്, വീഴ്ചകൾ പരിഹരിക്കുക എന്നുള്ളത് നീതി ആഗ്രഹിക്കുന്ന, സത്യം പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന, രാജ്യത്ത് അരാജകത്വം ഇല്ലാതിരിക്കണമെന്നാഗ്രഹിക്കുന്ന ഏതൊരു പുരോഗമനകാരികളുടെയും ജനാധിപത്യവാദികളുടെയും അടിസ്ഥാന അഭിലാഷമാണ് എന്നുള്ളത് കൊണ്ട് അത് ഞങ്ങൾ നിർവഹിക്കും. അങ്ങനെ തകർക്കപ്പെട്ട ബാബരി മസ്ജിദിന്റെ ഒരു സുദിനത്തിൽ നിന്നുകൊണ്ടാണ്, അതിന്റെ ഓർമ്മകളിൽ നിന്നുകൊണ്ടാണ് ഒരു ജനാധിപത്യത്തിന്റെ കെട്ടുറപ്പിനെ കുറിച്ച്, ഒരു ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച്, അതിൽ നിങ്ങളുടെ പങ്കാളിത്തത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ടത് സ്വാഭാവികമായും ഇവിടുത്തെ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇന്ന് ഈ രാജ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം അത്തരം ഒരു ചർച്ച കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒന്നല്ല. രാജ്യത്തെ 10-25 കോടി ജനങ്ങൾ, അതിൽ മുസ്ലിങ്ങളുണ്ട്, ഈ രാജ്യത്ത് ദളിതുകളുണ്ട്, ഈ രാജ്യത്ത് ആദിവാസികളുണ്ട്. അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ രാജ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടി മാറ്റപ്പെട്ട് ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് നിലവിൽ വന്നിട്ടുണ്ട്. ആ വലിയ സംഭവത്തെ, ഈ രാജ്യത്ത് നമ്മൾ പൗരനാണോ എന്ന വലിയ ചോദ്യത്തെ അഡ്രസ് ചെയ്യാതെ, അഭിസംബോധന ചെയ്യാതെ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ മാത്രം പ്രശ്നങ്ങളിലേക്ക് ഒതുങ്ങിപ്പോവാനാവുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പൗരത്വം എന്ന് പറയുമ്പോൾ അത് 5 വർഷം കൂടുമ്പോ വോട്ട് ചെയ്യാനുള്ള ഒരു സമ്മതപത്രം മാത്രമല്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. പൗരത്വത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി നിർവചിച്ചിട്ടുള്ളത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശമാണ് പൗരത്വം എന്ന്. ഈ രാജ്യത്ത് നിങ്ങളൊരു പൗരനാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ രാജ്യത്തുള്ള അവകാശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. നിങ്ങളുടെ മക്കളെ സ്കൂളിൽ ചേർക്കണമെങ്കിൽ, നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങണമെങ്കിൽ, നിങ്ങൾക്കൊരു പെർമിഷൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ, എന്തിനും നിങ്ങൾ ഈ രാജ്യത്തെ പൗരനായിരിക്കണം. ഈ രാജ്യത്തെ നിയമങ്ങൾ ബാധകമാകുന്നത് ഈ രാജ്യത്തെ പൗരനാണ്. ഈ രാജ്യത്തെ ഭരണഘടന പരിരക്ഷ നൽകുന്നത് ഈ രാജ്യത്തെ പൗരന്മാർക്കാണ്. അങ്ങനെ ഭരണഘടനയുടെ പരിരക്ഷയില്ലാതെ, നിയമത്തിന്റെ കരുതലില്ലാതെ, ഈ രാജ്യത്തൊന്നുമല്ലാതെ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാകുന്ന, ഏത് നിമിഷവും രാജ്യത്തിന്റെ 4 അതിരുകൾ വിട്ടോടിപ്പോകേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോ അതിനെയൊന്നും ഓർക്കാതെ പറയാതെ ഇങ്ങനെയാണ് നമുക്ക് നാടിന്റെ പ്രശ്നങ്ങളിലേക്ക് മാത്രം, ഈ പ്രദേശത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോവുക. ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്നത് ആ ഗവൺമെന്റിന്റെ, ആ പ്രാദേശിക ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ആ പ്രതിനിധി ഈ രാജ്യത്ത് അവഹേളിക്കപ്പെടുന്ന, രാജ്യത്ത് നിന്ന് ആട്ടി അകറ്റപ്പെടുന്ന
പൗരത്വം നിഷേധിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രതിനിധിയാകണോ അല്ലയോ എന്നതുകൂടി നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസരമാണ് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് എന്ന വലിയ യാഥാർത്ഥ്യം വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. നമ്മളെ അറിയില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടില്ല എന്ന് പറയുന്ന ഒരു പ്രതിനിധിയാണ് വിജയിച്ചു പോകുന്നത് എങ്കിൽ ഈ രാജ്യത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളുടെ അവസ്ഥ എന്താകും എന്നതുകൂടി നമ്മൾ ചിന്തിക്കണം. SIR പുതുക്കുന്നത്, വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് ഈ രാജ്യത്ത് ആദ്യമായിട്ടല്ല. 7ാമത്തെ 8ാമത്തെയോ തവണയാണ് ഇന്ത്യ രാജ്യത്ത് വോട്ടർ പട്ടിക പുതുക്കുന്നത്. പക്ഷെ മുമ്പെങ്ങും വോട്ടർ പട്ടിക പുതുക്കുമ്പോ അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് അതിൽ വേവലാതി ഉണ്ടായിട്ടില്ല. ഏതൊരു ജനാധിപത്യ രാജ്യത്തും ആ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ വോട്ടർ പട്ടിക പുതുക്കിക്കൊണ്ടേയിരിക്കണം എന്നതിൽ ഒരാൾക്കും ഒരു തർക്കമില്ല. പക്ഷേ SIR നടന്ന ബീഹാറിൽ 146 ലക്ഷം ആളുകളെ ചരിത്രത്തിൽ നിന്നില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, ഈ രാജ്യത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, ഇവിടെ പ്രസവിച്ച്, ഇവിടെ ജനിച്ച്, ഇവിടെ വളർന്ന്, ഇവിടെ നിന്ന് ശ്വസിച്ച്, ഇവിടെ പിച്ചവെച്ച് നടന്ന ആളുകളെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഇനി രാജ്യത്ത് ആരുമില്ല എന്ന് പറയുന്ന ഒരു വലിയ ചതിയുണ്ടല്ലോ, ചരിത്രത്തോട് ചെയ്യുന്ന ഒരു ചതി. ആ ചതി ഈ രാജ്യത്ത് നടന്നു എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് BJPക്ക് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയാണ് എന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ പല പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനെതിരെ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. SIR നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുമ്പോ പത്രക്കാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആസാമിൽ SIR പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, അവിടെ വോട്ടർ പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, എന്തുകൊണ്ട് ആസാമിൽ നടത്തുന്നില്ല എന്ന് ചോദിച്ചപ്പോ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി ഇങ്ങനെയായിരുന്നു: ആസാമിൽ പൗരത്വ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ SIR വേണ്ടതില്ല എന്ന്. ആസാമിൽ പൗരത്വ നിയമം നടപ്പിലാക്കിയത് കൊണ്ട് അവിടെ SIR വേണ്ടതില്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും പൗരത്വ നിയമം നടപ്പിലാക്കാത്തത് കൊണ്ട് SIR നടപ്പിലാക്കുന്നു. അഥവാ പൗരത്വ നിയമം കൊണ്ട് എന്താണോ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത് അത് തന്നെയാണ് SIR കൊണ്ട് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് വളരെ കൃത്യമായി SIRന്റെ അപകടങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ അപകടങ്ങളെ കുറിച്ച്, അതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ച്. പക്ഷേ ഈ അപകടങ്ങളെ കുറിച്ച് വാചാലമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു നീണ്ട കാലം നിശബ്ദമായിരുന്നു ഈ വിഷയത്തിൽ എന്ന് നമുക്കറിയാം. ഈ രാജ്യത്ത് വീണ്ടും അധികാരം ലഭിക്കുന്നതിന് വേണ്ടി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്നതിനെ കുറിച്ചിട്ടുള്ള വലിയ തെളിവുകൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അത് പുറത്തുവിടുന്നുണ്ട്. അതിനുശേഷം SIR ഉപയോഗിച്ചുകൊണ്ട് ബീഹാറിൽ എങ്ങനെയാണ് BJP വിജയിച്ചത് എന്നതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമാവും കൃത്യവുമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ മുമ്പ് ആദ്യമായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 5 വർഷം ഭരണം നടത്തിയിട്ട് രണ്ടാമതും നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് വളരെ കൃത്യമായി സംഘപരിവാറിന് RSSന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് രാത്രിയിൽ ഈ രാജ്യത്ത് നോട്ട് നിരോധിക്കുന്നത്. നോട്ട് നിരോധിച്ചപ്പോ അവര് ഗവൺമെന്റ് പറഞ്ഞ കാരണങ്ങൾ, ഒന്ന്, ഈ രാജ്യത്ത് കള്ളപ്പണമുണ്ട്, ആ കള്ളപ്പണം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ്. മറ്റൊന്ന്, ഉള്ള കള്ളപ്പണം അത് രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനും കള്ളപ്പണം ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് നോട്ട് നിരോധിക്കുന്നത് എന്ന് പറഞ്ഞു. അന്ന് ആ നോട്ട് നിരോധനം സംഘപരിവാറിന് അധികാരത്തിൽ വരാനുള്ള ഒരു കുറുക്കു വഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഇന്ത്യ രാജ്യത്ത് തെരുവിൽ കിടന്ന് സമരം നയിച്ച ഒരേ ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ അറിയണം. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഇത് രാജ്യത്ത് കള്ളപ്പണം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയല്ല. കള്ളപ്പണം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിയിട്ട് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് വോട്ട് നിരോധിക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം BJP ഒരു മുഴം മുമ്പേ എറിഞ്ഞു പറഞ്ഞു, അത് ഈ രാജ്യത്ത് ഈ കള്ളപ്പണം ഇല്ലാതാക്കാനും തീവ്രവാദികൾ കള്ളപ്പണം ഉപയോഗിക്കുന്നത് തടയാനുമാണ് എന്ന് പറഞ്ഞപ്പോ ആ നോട്ട് നിരോധനത്തെ എതിർത്ത് കഴിഞ്ഞാൽ
അത് തീവ്രവാദികളെ സഹായിക്കുകയാണ് എന്ന ആരോപണമുണ്ടാകും എന്ന് വിചാരിച്ച് മിണ്ടാതെ നിന്നവരാണ് ഇവിടുത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. എങ്ങനെയാണ് നോട്ട് നിരോധനം രാജ്യത്തിന്റെ ഇലക്ഷനെ ബാധിക്കുന്നത്, തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത്? നമുക്കറിയാലോ, ഓരോ തെരഞ്ഞെടുപ്പിലും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എത്ര കാശ് ചെലവഴിക്കണം എന്നതിനെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കാശ് മാത്രമാണ് ചെലവഴിക്കാൻ പറ്റുകയുള്ളൂ. ആ കാശ് തന്നെ ചെലവഴിക്കേണ്ടത് അക്കൗണ്ടുകളിലൂടെയാണ് വരേണ്ടത്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അക്കൗണ്ട് ഉണ്ട്. ഓരോ സ്ഥാനാർത്ഥികളും അക്കൗണ്ട് തുടങ്ങണം. ആ അക്കൗണ്ടുകളിലൂടെയാണ് ആ കാശ് വരാൻ പാടുള്ളൂ. ആ അക്കൗണ്ടുകളിലേക്കാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കാശ് വരാൻ പാടുള്ളൂ. പക്ഷെ ഇലക്ഷനിൽ ആ കാശ് കൊണ്ടൊന്നും നടക്കില്ല എന്ന് ഒരുപാട് ഇലക്ഷനെ നേരിട്ടിട്ടുള്ള എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്കറിയാം, ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്കറിയാം. സ്വാഭാവികമായും അത്തരം ഇലക്ഷനുകളിൽ പിന്നീട് നടക്കുന്നത് കണക്കിൽപ്പെടാത്ത കാശ് കൊണ്ടുള്ള ഇടപെടലുകളാണ്. ജനാധിപത്യം എങ്ങനെയാണ് പണാധിപത്യമായി മാറിയിട്ടുള്ളത് എന്ന് ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് വരുന്നതിനേക്കാൾ മുമ്പ് എല്ലാ പാർട്ടികളും ഇതേപോലെ വിവിധ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് അക്കൗണ്ട് വഴിയും അല്ലാതെയുമായി ശേഖരിക്കുന്ന കാശുകൾ എടുത്തു വെക്കും. അതുകൊണ്ട് എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തും, ശക്തമായ പ്രചരണം നടത്തും. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ എന്ത് ചിന്തിക്കണം എന്നുവരെ ഇവിടുത്തെ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ പ്രചരണങ്ങൾ നടത്തും. ഒരു സുപ്രഭാതത്തിൽ നോട്ട് നിരോധിക്കുന്നു. BJP അല്ലാത്ത ഒരു പാർട്ടിക്കും അതറിയില്ല. BJPയിലെ തന്നെ RSSകാരല്ലാത്ത നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് റാങ്കിലുള്ള ചില മന്ത്രിമാർക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. BJPക്ക് സംഭരിച്ചു വെക്കാൻ പറ്റുന്ന മുഴുവൻ നോട്ടുകളും അവർ സംഭരിച്ചു വെച്ചു. അവരെല്ലാം തന്നെ മാറ്റിയെടുത്തു. പക്ഷെ മറ്റു പാർട്ടികൾക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കത്തിച്ചു കളഞ്ഞത് എന്നതിന്റെ കണക്കുകൾ പിന്നീട് നമ്മൾ കേട്ടു, വായിച്ചും കണ്ടുമൊക്കെ നമ്മൾ അറിഞ്ഞു. ആ നോട്ട് നിരോധിച്ചപ്പോ ഒരു പാർട്ടിക്കും ഇലക്ഷൻ നേരിടാൻ കഴിഞ്ഞില്ല. ഇന്ത്യയുടെ സാമ്പത്തിക നില ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോയി. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ആ തൊഴിൽ നഷ്ടപ്പെട്ടതിൽ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. എല്ലാ മതവിഭാഗത്തിലും ആളുകൾ ഉണ്ടായിരുന്നു. ധാരാളമായി ജോലി നഷ്ടപ്പെട്ട ആളുകൾ സാധാരണക്കാരായ മനുഷ്യരാണ്, താഴെ തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾ അതിലുണ്ട്, ഇവിടുത്തെ ദളിതുകളുണ്ട്, ആദിവാസികളുണ്ട്, കൂലിത്തൊഴിലാളികളുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്. കിലോമീറ്ററുകളോളം ക്യൂ നിന്ന് അക്കൗണ്ടിലുള്ള ക്യാഷിൽ നിന്ന് ATM വഴി 2000, 1500 ഒക്കെ വലിക്കാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. ആ സമയങ്ങളിൽ ആ കാശെടുക്കാൻ വേണ്ടി ഒരു വെയിലത്ത് ക്യൂ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ 50-നടുത്ത ആളുകൾ മരണപ്പെട്ടത് ഈ രാജ്യത്താണ്. അത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമായിരുന്നില്ലല്ലോ. ഈ രാജ്യത്തെ ജനങ്ങളാണ്, നമ്മുടെ സഹോദരന്മാരാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ മുച്ചോടും തകർത്തു. പിന്നീട് ഇന്നേ വരെ ഇന്ത്യക്ക് കരകയറാൻ കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് ഡോളർ റേറ്റ് എത്രയാണ്? 90 കഴിഞ്ഞിരിക്കുന്നു. ഒരു ഡോളറിന് 55 രൂപയ്ക്ക് ഒരു ഡോളർ കിട്ടിയിരുന്നിടത്ത് ഇന്ന് 90-ലധികം രൂപ കൊടുത്താൽ ഒരു ഡോളർ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ സാമ്പത്തിക സാഹചര്യം പൂർണ്ണമായിട്ടും തകർന്നു. പക്ഷെ BJP അധികാരത്തിൽ വരാൻ ഈ രാജ്യത്തെ ജനങ്ങൾ മരിച്ചാലും വേണ്ടില്ല, അവരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വോട്ട് നിരോധിച്ചു. അവരധികാരത്തിൽ വന്നു. കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ചില പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. തമിഴ്നാട്ടിൽ DMKക്ക്, ബംഗാളിൽ തൃണമൂലിന്, അതേപോലെ കേരളത്തിൽ CPMന്, അങ്ങനെ ചില പ്രാദേശിക പാർട്ടികൾ അവരെങ്ങനെയാ പിടിച്ചു നിന്നത്? CPMല് വലിയ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏത് കാലഘട്ടത്തിന് ശേഷമാണ് എന്ന് നോക്കൂ. മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയി തിരിച്ചു വരുമ്പോ നടക്കുന്ന സ്വർണ്ണക്കടത്ത്, അവിടെ മുഖ്യമന്ത്രിമാർക്ക് VIPകൾക്ക് വരുന്നതിന് വേണ്ടി പ്രത്യേക മേഖലകളുണ്ട്, കവാടങ്ങളുണ്ട്. അവിടെ പരിശോധനയില്ല. അങ്ങനെ ഡിപ്ലോമാറ്റിക് ബാഗ് വഴി സ്വർണ്ണക്കടത്ത് നടത്തി എന്ന് തെളിയിക്കപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആളുകൾ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആർക്കെതിരെ നടപടിയെടുത്തു? ഉദ്യോഗസ്ഥന്മാർക്കെതിരല്ലാതെ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സഹകരണ ബാങ്കുകളിൽ അഴിമതി നടത്തി, കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തി CPMന്റെ നേതാക്കന്മാർ, ജില്ലാ ഭാരവാഹി ഉൾപ്പെടെ അതിൽ പ്രതിയാണ്. ആരെയും പാർട്ടി പുറത്താക്കിയിട്ടില്ലല്ലോ. പാർട്ടി അതിന് നടത്തിയതാണ് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ. ശബരിമലയിലെ സ്വർണം എങ്ങോട്ട് കൊണ്ടുപോയി? അതേതാനും വ്യക്തിയിലേക്കല്ല പോയത്. പാർട്ടിക്ക് മത്സരിക്കാൻ കാശ് വേണം. ആ കാശ് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴികൾ നിലക്കാണ്. നമ്മളൊക്കെ വിചാരിച്ചത് എന്താ?
ഈ കൊറോണ കാലത്ത് പിണറായി വിജയൻ കിറ്റ് കൊടുത്തപ്പോഴാണ് ഇവിടെ ആള് രണ്ടാമതും പിണറായി വിജയൻ അധികാരത്തിൽ വന്നതെന്നുള്ളതാണ്. നമ്മളൊക്കെ നിഷ്കരംഗന്മാരാണല്ലോ. കിറ്റ് കൊടുത്തിട്ട് ഒരു പാർട്ടി വിജയിക്കുകയാണെങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് എന്ത് ജയിച്ചേനെ, കേരളം ഭരിച്ചേനെ. അവർ അത്രമാത്രം കിറ്റ് ഓര് കൊടുക്കുന്നുണ്ട് തന്നെ എനിക്ക് തോന്നണം. കിറ്റ് കൊടുത്തതിന്റെ പേരിലല്ല, ആ അഴിമതിയുടെ ആരോപണങ്ങൾ ഇന്നും അവർ നേരിട്ടുകൊണ്ടിരിക്കുക. അതേപോലെ ചില പ്രാദേശിക കക്ഷികൾ ഇപ്പോഴാണ് കോൺഗ്രസ് ഇതൊന്ന് പച്ചപിടിച്ച് വരുന്നത്. രണ്ടാമത് നരേന്ദ്രമോദി അധികാരത്തിൽ വരില്ല എന്ന് കൃത്യമായി, മൂന്നാമതും വരില്ല എന്ന് ഇന്ത്യയിലെയും അതേപോലെ വിദേശ രാജ്യങ്ങളിലെയും പത്രപ്രവർത്തകർ തെളിവ് സഹിതം ഇന്ത്യയിലെ ഗ്രാമങ്ങളൊക്കെ പോയി പഠനം നടത്തിയിട്ട് പുറത്തുവിട്ടു വാർത്തകൾ. നരേന്ദ്രമോദി നിയന്ത്രിക്കുന്ന മീഡിയകൾ അല്ലെങ്കിൽ പോലും ഒരുപാട് മീഡിയകൾ അത്തരം വാർത്തകൾ പുറത്തുവിട്ടു. മലയാളിയായ കെ സഹദേവൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ പ്രത്യേകിച്ച് കർഷക സമരങ്ങൾ നടന്ന മുഴുവൻ ഗ്രാമങ്ങളിലും പോയി ജനങ്ങളുമായി കണ്ടു സംസാരിച്ചിട്ട് ഒരിക്കലും നരേന്ദ്രമോദി അധികാരത്തിൽ വരില്ല. പക്ഷെ റിസൾട്ട് വന്നപ്പോ നരേന്ദ്രമോദി വൻഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് നമ്മൾ കണ്ടു. പക്ഷെ രണ്ടാം തവണ വന്നതുപോലെയല്ല, ഒന്നും നന്നായിട്ട് ഞെരുങ്ങി. ആദ്യം 7 തവണകളിലായിട്ടാണ് ഇലക്ഷൻ നടന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് 7 തവണകളിലായിട്ട് ഇലക്ഷൻ നടന്നു? റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യത്തെ റിസൾട്ട് പുറത്തു വന്നിട്ട് പിന്നെ ഫ്രീസ് ചെയ്യാണ്. നരേന്ദ്രമോദി ആദ്യം ചെറിയ ഭൂരിപക്ഷമാണുള്ളത്, ആ റിസൾട്ട് അവിടെ ഫ്രീസ് ചെയ്ത് വെച്ചു. 7 മണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ട് പുറത്തൊരു നരേന്ദ്രമോദി വൻഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്നു. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആദ്യം വന്ന വാർത്തകൾ NDA സഖ്യം പിറകോട്ട് പോകുന്നതായിട്ടാണ്. പിന്നീട് ഇലക്ഷന്റെ റിസൾട്ട് നിർത്തിവെക്കുന്നു. പിന്നീട് പ്രഖ്യാപിക്കുമ്പോൾ BJP വൻഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നു. ആ ഇലക്ഷനെ കുറിച്ച് വോട്ട് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന വളരെ കൃത്യമായിട്ടൊരു പഠനം നടത്തി. ആ പഠനം നിങ്ങൾക്ക് ലഭ്യമാണ്, ഓൺലൈൻ ഇന്റർനെറ്റിൽ അത് ലഭ്യമാണ്. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു സാധാരണ കുട്ടിക്കും ഒരു 10ാം ക്ലാസ്സുകാരന് പോലും കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവരത് വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നരേന്ദ്രമോദി വിജയിച്ചത് എന്ന്, എങ്ങനെയാണ് BJP അധികാരത്തിൽ വന്നത് എന്ന്. 5 കോടി വോട്ടുകൾ അമിതമായി ചേർത്തിട്ടോ ആളുകളുടെ വോട്ട് വെട്ടിക്കളഞ്ഞിട്ടോ നടത്തിയ കൃത്രിമം കാണിച്ചിട്ടാണ് 79 മണ്ഡലങ്ങൾ 79 സീറ്റുകളിൽ അവർ വിജയിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് ആ കണക്കുകൾ പറയുന്നു. 5 കോടി വോട്ടുകൾ 79 മണ്ഡലങ്ങൾ BJP വിജയിച്ച് 0.5% മുതൽ 6-7% വരെ വോട്ട് കൂട്ടിയിട്ട് അങ്ങനെയാണ് വിജയിച്ചു വന്നിട്ടുള്ളത്. തമിഴ്നാട്ടില് 2019 ഇലക്ഷൻ കഴിഞ്ഞ് 2025 ഇലക്ഷൻ കഴിഞ്ഞപ്പോ 24 ഇലക്ഷൻ കഴിഞ്ഞപ്പോ 7% വോട്ടാണ്, 7.34% വോട്ട് BJPക്ക് വർദ്ധിച്ചു എന്ന് കണക്കുകൾ പറഞ്ഞു. ഏത് കണക്കുകൾ പ്രകാരം? ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള പ്രാഥമിക കണക്ക് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്ക് പറയും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിപ്പിച്ച ഉടനെ അതിനുശേഷം എല്ലാ ബൂത്തിൽ നിന്നുള്ള കണക്കുകൾ എടുത്തിട്ട് ഒരു അന്തിമ കണക്കുകൾ പുറത്തുവിടും. ഈ ആദ്യം പറഞ്ഞ കണക്കും അന്തിമ കണക്കും തമ്മിലുള്ള വ്യത്യാസം 0.7%. എത്രയാണോ BJPക്ക് വർദ്ധിച്ചത് ആ വ്യത്യാസം ഇവിടെ കാണിക്കുന്നു. എങ്ങനെയാണ് BJP വിജയിച്ചത് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 5 കൊല്ലം 10 കൊല്ലം തുടർച്ചയായി ഭരിച്ച ഒരു മുന്നണി, ഒരു പാർട്ടി, അവർക്ക് സ്വാഭാവികമായും വർധനവുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ അങ്ങനെയല്ല വിജയിച്ചത് എന്ന് കണക്കുകൾ പറയുന്നു. 2024 മുമ്പ് 23 സുപ്രീം കോടതി നിരീക്ഷണമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്നത് അത് പ്രസിഡന്റ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പിന്നെ സുപ്രീം കോടതി ജഡ്ജിയുമുള്ള ഒരു നിഷ്പക്ഷ ടീമായിരിക്കണം, പാനലായിരിക്കണം എന്ന് സുപ്രീം കോടതി ഒരു തീരുമാനം പറഞ്ഞു. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് BJP 2023 ഡിസംബറിലെ പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിൽ ഒരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ലിൽ നിന്ന് സുപ്രീം കോടതി ജഡ്ജിയെ മാറ്റി പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും, പ്രധാനമന്ത്രി ഉണ്ടാകും, ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിയും ഉണ്ടാകും. പിന്നെ എങ്ങനെയാണ് അത് നിഷ്പക്ഷമാവാം? ആകെ 3 ആളുകളിൽ 2 പേര് BJPക്കാരും പിന്നെ പ്രതിപക്ഷ നേതാവും. അത് നിഷ്പക്ഷമാവില്ല. അങ്ങനെ ആവാതിരിക്കാനാണ് സുപ്രീം കോടതിയുടെ ജഡ്ജിനെ കൂടി വെച്ചത്. അതിനെ മാറ്റി ആ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ആ ബില്ല് അവതരിപ്പിക്കുമ്പോ ആ ബില്ലിൽ 16 ക്ലോസ് എന്ന് പറഞ്ഞ് 16ാമതായിട്ട് ഒന്നുകൂടി എഴുതി ചേർത്തു. ആ എഴുതി ചേർത്തത് ഈ ഔദ്യോഗിക കാലയളവിലിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും എന്ത് കുറ്റം ചെയ്താലും, എന്ത് വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയാലും, അവർ കൊലപാതകം ചെയ്താലും, ക്രിമിനൽ കേസാണെങ്കിലും സിവിൽ കേസാണെങ്കിലും അതിന്റെ പേരിൽ ഒരു പോലീസ് സ്റ്റേഷനിലും അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഒരു കോടതിയിലും അവരെ വിചാരണ ചെയ്യാനോ കേസെടുക്കാനോ പറയാൻ പറ്റില്ല. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് താഴെയാണ് ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും, രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ നമ്മളെല്ലാവരും.
പക്ഷെ 3 ആളുകൾ ഭരണഘടനയ്ക്ക് മീതെ കയറി നിൽക്കുന്നു. ആ ബില്ല് പാർലമെന്റിൽ വന്ന് പാസ്സാക്കി എടുത്തിട്ട് എത്ര കോൺഗ്രസ്സുകാർ ഈ നാട്ടിലെ ജനങ്ങളോട് അത് പറഞ്ഞു? SDPI ആണ് അത് ആകെ പറഞ്ഞൊരു പാർട്ടി SDPI ആണ്. പക്ഷെ ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. പക്ഷെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി അത് പറഞ്ഞോ, CPM അത് പറഞ്ഞോ, CPI അത് പറഞ്ഞോ, ലീഗ് പറഞ്ഞോ, MLA മാരും MP മാരും ഉള്ള ഒരു പാർട്ടി പറയുമ്പോ അതിലൊരു വിസിബിലിറ്റി കിട്ടും, ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത കിട്ടും, പത്രക്കാരതറിയും, ജനങ്ങളതറിയും. പക്ഷേ ആ ഒരു വലിയ സഹി ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്തിട്ട് അത് പറയാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഉണ്ടായിട്ടില്ല. ആ പാർട്ടിയുടെ പ്രതിനിധികളാണ് ഇന്ന് വന്നിട്ട് നമ്മളോട് വോട്ട് ചോദിക്കുമ്പോ അവർക്ക് നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്. ഈ പ്രതിനിധി എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ, ലോക്കൽ ഗവൺമെന്റ് ആണ്, പ്രാദേശിക സർക്കാരാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ആ പഞ്ചായത്തിലെ ഭരണസമിതിയിൽപ്പെട്ട ആളാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആരാണ് അയാൾ? ആരെ തെരഞ്ഞെടുത്താലും ആ ഭരണസമിതിയിലെ അംഗങ്ങളാണ്, ആ വാർഡിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ആളാണ്. അങ്ങനെ നിൽക്കാൻ ഈ പാർട്ടികളുടെ വിപ്പ് അനുസരിക്കേണ്ടി വരുന്ന ആളുകൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഗുരുതരമായ പ്രതിസന്ധി രാജ്യത്തെ ജനങ്ങൾ നേരിടുമ്പോ ജനങ്ങൾ അണിനിരത്തി സമരം നയിക്കാൻ ഇവരാരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇതിനെങ്ങനെയാണ് അഡ്രസ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? ഇനി പൗരത്വ നിയമം വന്നു കഴിഞ്ഞാൽ, NRC നടപ്പിലാക്കി കഴിഞ്ഞാൽ, ഈ SIR വോട്ടെടുപ്പ് പരിഷ്കരണം, വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ആളുകൾ പുറത്തു പോകും. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ബീഹാറിലെ ദളിതുകളുണ്ട്, ആദിവാസികളുണ്ട്, BJPക്ക് വോട്ട് ചെയ്യാത്ത മുഴുവൻ ആളുകളും അതിൽ മാറ്റി നിർത്തപ്പെട്ടു. അതേപോലെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും മറ്റു സംസ്ഥാന ആളുകളെ മാറ്റി നിർത്തപ്പെടും. അങ്ങനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയിലെ പൗരത്വ നിയമം അനുസരിച്ചുകൊണ്ട് ബാക്കി എല്ലാ മതവിഭാഗങ്ങൾക്കും എന്നെ ഇന്ത്യ രാജ്യത്തിന്റെ പൗരനാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കൊടുത്താൽ അവന് മെമ്പർഷിപ്പ് പൗരത്വം കിട്ടും ഇന്ത്യ രാജ്യത്തിന്റെ. അതാണ് ഇന്ത്യയിലെ പൗരത്വ നിയമം. പക്ഷേ അത് ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തിന് മാത്രം കിട്ടില്ല എന്ന് നമ്മൾ അറിയണം. മുസ്ലിങ്ങൾക്ക് വെച്ച് ബാക്കി എല്ലാവർക്കും പൗരത്വത്തിന് അപേക്ഷിക്കാം, മുസ്ലിങ്ങൾക്ക് അത് കഴിയില്ല. പിന്നെ എന്ത് ചെയ്യും? ഇവരൊക്കെ എവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ പറഞ്ഞയക്കുന്നൊക്കെ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞയക്കില്ല. ഇവിടെ സർക്കാർ ജില്ല ഇപ്പൊ യോഗി ഇപ്പൊ 2 ദിവസം പത്രസമ്മേളനത്തിൽ നടത്തിയിട്ട് പറഞ്ഞല്ലോ, ഓരോ ജില്ലകളിലും തടങ്കൽ പാളയങ്ങൾ വേണം, വിദേശികളായ ആളുകളെ താമസിപ്പിക്കാമെന്നാണ്. അങ്ങനെ ഡിറ്റൻഷൻ സെന്ററുകൾ ഉണ്ടാകും. അപ്പോഴും നമുക്കൊരു സമാധാനമുണ്ട്, നമ്മൾ കുടുംബത്തോടു കൂടി പോയിട്ട് അതിൽ താമസിക്കാമെന്ന്. വാടക ഒന്നും കൊടുക്കാണ്ട് സർക്കാരിന്റെ സംവിധാനത്തിൽ താമസിക്കാമെന്നാ. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നില്ല. ഇപ്പൊ ലോകത്തൊക്കെ ഉള്ള സിസ്റ്റം അനുസരിച്ചുകൊണ്ട് ആസാമിലൊക്കെ ഇപ്പൊ നടപ്പിലാക്കിയ സംവിധാനം അനുസരിച്ചുകൊണ്ട് ഏജ് ലിമിറ്റ് വെച്ചിട്ടാണ് ആളുകളെ കൊണ്ടുപോകുക. പ്രായമുള്ള ഒരു 60 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള ആളുകളൊക്കെ ഒരു സ്ഥലത്തിരിക്കും. നമ്മുടെ വീട്ടിൽ വന്നിട്ട് സർക്കാരിന്റെ വണ്ടി വന്നിട്ട് പറയും പോകില്ലേന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ ഉപ്പാടെ പേര് വിളിച്ചു പോകുമ്പോ നമ്മളൊക്കെ കൂടെ പോകാൻ വേണ്ടി നിൽക്കുമ്പോ പറയും ഇല്ല, നിങ്ങളവിടെ നിൽക്ക്, ഉപ്പ പോരട്ടെ. ഇത് 50 to 60 ഇടയിൽ 80 ഇടയിലുള്ള ആളുകൾ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ആ സ്ഥലത്തല്ല നിങ്ങൾക്ക്. അങ്ങനെ അതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ താങ്ങായി തള്ള ഉണ്ടായിരുന്ന നമ്മുടെ പിതാവ്, അദ്ദേഹം തിരിഞ്ഞു പോലും നോക്കാതെ നടക്കേണ്ടി വരും, പോകേണ്ടി വരും. തിരിഞ്ഞു നോക്കാത്തത്, അദ്ദേഹം അങ്ങനെ പോകുമ്പോ നമ്മളെ നോക്കിയാൽ ആ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കും. ആ കണ്ണുനീര് വരുന്നത് കാണാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രയാസങ്ങളും ഉള്ളിലടക്കി പിടിച്ച് പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ സങ്കടം കൊണ്ട് പ്രയാസപ്പെടുന്ന മനസ്സുമായി ആ ഉപ്പ വിങ്ങിപ്പൊട്ടിയ വണ്ടിയിലേക്ക് കയറും. ബാക്കിൽ നിന്ന് ഉമ്മയും മക്കളും ഒക്കെ നിലവിളിക്കുന്നുണ്ടാകും. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഉപ്പാക്ക് പോകേണ്ടി വരും. ഉമ്മാനെ കൊണ്ടുപോകാനുള്ള വണ്ടി വരും, മക്കളെ കൊണ്ടുപോകാനുള്ള, പിഞ്ചു മക്കളെ കൊണ്ടുപോകാനുള്ള വണ്ടികൾ വരും. അങ്ങനെ ഓരോരുത്തരും പോകും. ഉമ്മാനൊക്കെ കൊണ്ടുപോകും. ഉമ്മ എന്ന് പറഞ്ഞാല് ഒരുപക്ഷെ ഇന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റാത്ത ഒരു സംവിധാനത്തിന്റെ പേരാണ് ഉമ്മ എന്നുള്ളത്. ഗർഭപാത്രത്തില് ജീവന്റെ തുടിപ്പാണ് ഒരു അമ്മ എന്ന് പറയുമ്പോ. അത് ഗർഭപാത്രത്തിൽ ജീവന്റെ തുടിപ്പുണ്ട് എന്ന് അറിയുന്ന നിമിഷം മുതൽ തുടങ്ങുന്ന നിലയ്ക്കാത്ത പ്രാർത്ഥനയുടെ പേരാണ് ഉമ്മ, അമ്മ എന്ന് നമ്മൾ പറയണത്. നമ്മളൊക്കെ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിതത്തിൽ നിന്ന് ഇനി നമ്മളുടെ ഇല്ലാണ്ടായി പോയിക്കോട്ടെ എന്ന പ്രതിസന്ധികൾ മൂലം നമ്മൾ തീരുമാനമെടുക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഒരുപാട് നമ്മുടെ ജീവിതത്തില്. നമ്മുടെ ഉമ്മമാര് വന്നിട്ട് പോട്ടട മോനെ എന്ന് പറഞ്ഞ് നമ്മളെ ഒന്നുകൊണ്ട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നമ്മൾ എണീറ്റ് നിൽക്കാറുണ്ട്. ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പട്ടിയിറങ്ങിപ്പോകും.
അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന ഓരോ തണുപ്പുകളും തണലുകളും ഒക്കെ ഇങ്ങനെ പോകുമ്പോ അപ്പോഴാണ് നമ്മൾ SIR-ന്റെ ഗുണത്തെക്കുറിച്ച് അറിയാം, ഈ പൗരത്വ നിയമത്തിന്റെ കാഠിന്യത്തെ കുറിച്ചറിയാം. അപ്പൊ ഒരാളുണ്ടാവില്ല, ഇവിടെ വന്നു നിന്ന് പറയുന്ന ഒരാളുണ്ടാവില്ല. അന്ന് നിങ്ങളെ കൂടെ നിൽക്കാൻ ഇത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കൂട്ടരുണ്ട് ഇവിടെ. കഴിഞ്ഞ 17 വർഷമായിട്ട് ഈ നിയമമാണ് രാജ്യത്ത് കൊണ്ടുവരാൻ പോകുന്നത്. RSS ആണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, BJP ആണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിരന്തരം ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രവർത്തകരെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഷാൻ ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തകർക്ക് അവരുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നത്, അവരുടെ മക്കൾ അനാഥമാക്കപ്പെട്ടിട്ടുള്ളത്, അവരുടെ ഭാര്യമാര് വിധവകളായിട്ടുള്ളത്, അവരുടെ പിതാക്കന്മാർക്ക് മാതാക്കന്മാർക്ക് മക്കളില്ലാതായത് ഈ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിലാ. വേറെ ആരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേറെ ആരെയും നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ലല്ലോ. RSS-മായി BJP-യുമായി തരാതരം പോലെ കൂട്ടുകൂടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ലാതെ ആരെയും നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 17 വർഷം ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഈ അപകടത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് അബൂബക്കർ മാഷ് ഇന്ന് ജയിലിലാണ്, ബീഹാർ ജയിലിലാണ്. പാർക്കിൻസൺ രോഗം കൊണ്ട് അർബുദം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു വയോവൃദ്ധനെ ആ സാന്നിധ്യം പോലും ഭയന്നിട്ട് ജയിലിലിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസി, അദ്ദേഹം ജയിലിലാണ്. ഇവിടെ ഞങ്ങളുടെ നേതാക്കന്മാരെ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായി നിന്നുള്ള നേതാക്കന്മാരെ ജയിലിലിട്ടിട്ട് പീഡിപ്പിക്കുന്നത് ഇത് ഞങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ്. അങ്ങനെ ഞങ്ങളെ പ്രയാസപ്പെടുത്തിയാൽ, ഞങ്ങളെ പീഡിപ്പിച്ചാൽ ഞങ്ങൾ ഈ പറയുന്നത് നിർത്തും എന്നവർ വിചാരിച്ചത് കൊണ്ടാണ്. ഞങ്ങളുടെ പ്രവർത്തകരെ മാലിന്യമാക്കിയാൽ, അവരുടെ ജീവൻ അവരെടുത്താൽ ഞങ്ങളതെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിൽ സ്വസ്ഥമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിട്ട് ഞങ്ങളെ തകർക്കാമെന്ന് കരുതിയതിന്റെ പേരിലാണ്. തകർക്കാൻ പോയിട്ട് ഒരു മിനിറ്റ് പോലും ഞങ്ങളെ തളർത്താൻ സാധിച്ചിട്ടില്ല എന്ന ഇന്ത്യയുടെ തെരുവുകളിൽ SDPയുടെ ചുണക്കുട്ടികൾ ഇപ്പോഴും RSS-നെതിരെ, സംഘപരിവാറിനെതിരെ, SIR-നെതിരെ, CA-ക്കെതിരെ ധീരമായി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തെരുവിൽ നിൽക്കുകയാണ്. ഇങ്ങനെ 17 വർഷം ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിനെ സാക്ഷ്യപ്പെടുത്തി ഞങ്ങൾ ചോദിക്കുന്നു, ഈ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിൽ ആരാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക എന്ന്. അവർക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് SDPക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് പ്രാദേശിക ഗവൺമെന്റാന്നുള്ളത്. ഈ പ്രാദേശിക ഗവൺമെന്റ് എന്ന് കൃത്യമായിട്ടാണ് മനസ്സിലാക്കണം. കേരളത്തിൽ വാർഷിക ബജറ്റ് 2 ലക്ഷം കോടിയാണ് ആവറേജ്. ഈ 2 ലക്ഷം കോടി രൂപയുടെ 1/3 ചെലവാക്കുന്നത് പഞ്ചായത്തുകളാണ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളാണ്, കോർപ്പറേഷനുകളാണ്, തദ്ദേശ സ്ഥാപനങ്ങളാണ്, നമ്മുടെ ലോക്കൽ ഗവൺമെന്റുകളാണ്. നമ്മുടെ നാട് എന്താ വികസിക്കാത്തത്? ഓരോ വർഷവും ഈ 2 ലക്ഷം കോടി രൂപയിൽ നിന്ന് 1/3 കേരളത്തിൽ വിവിധ പഞ്ചായത്തുകൾക്ക് കേരളത്തിന്റെ വിഹിതമായിട്ട് കിട്ടും. കേന്ദ്ര ഫണ്ട് കിട്ടും, MLA ഫണ്ട് കിട്ടും, MP ഫണ്ട് കിട്ടും, ജില്ലാ പഞ്ചായത്തിന്റെ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ, ഇങ്ങനെയൊക്കെ വിവിധ വഴികളിലൂടെ വരും. നമ്മുടെ ഈ നാട് എത്ര സുന്ദരമാക്കി മാറ്റിയെടുക്കാൻ അത് സാധിക്കും. പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നില്ല? എത്ര വർഷമായി ഇവിടെ ആളുകൾ ഭരിക്കുന്നു? ജില്ലാ പഞ്ചായത്ത് അവരാണ്, MLA അവരാണ്, MP അവരാണ്, കേരളം ഭരിക്കുന്നത് അവരാണ്. പക്ഷെ ഒന്നും നടക്കുന്നില്ലല്ലോ. എത്ര കാലം ഇവര് ഇലക്ഷന്റെ സമയത്ത് വന്ന് പറയുന്നത് കേട്ട് നമ്മൾ വോട്ടുകുത്തിക്കൊണ്ടിരിക്കും? ഈ നാട് മാറേണ്ടതില്ലേ? ഇവിടെ മാറ്റമുണ്ടാവേണ്ടതില്ലേ? ഇവിടെ വന്ന് SIR-ന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കോട്ടിൽ, അതുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് എന്ന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ അവന്റെ മുന്നിൽ നിൽക്കാൻ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി ഉണ്ടാകേണ്ടതില്ലേ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന SDPയുടെ പ്രവർത്തകരെയാണ്. കഴിഞ്ഞ 17 വർഷം ഞങ്ങൾ അത് ജനങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചിട്ടുള്ളതാണ്. ഒരു പരിമിതിയും സംഘപരിവാറിനെ തുറന്നെതിർക്കുന്നതിൽ, സംഘപരിവാറിനെ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഒരു പരിമിതിയും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഇതൊക്കെ പറയുമ്പോ ആളുകൾ ഓരോ വീടുകളിലും കയറിയിട്ട് പറയുന്നത് എന്താണെന്നറിയോ? അവരിപ്പോ നമ്മുടെ SDPയുടെ ഒരാളാണ്, അവര് നല്ല ആളുകളാണ്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, നല്ല സ്വഭാവമാണ്, നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും. എപ്പോഴൊക്കെ ഉണ്ടാവും? നിങ്ങളൊന്ന് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് കേരളത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുപോകൂ നിങ്ങളുടെ മനസ്സിനെ.
കേരളത്തിൽ വലിയ പ്രളയമുണ്ടായല്ലോ, ആളുകളൊക്കെ പകച്ചുപോയ സന്ദർഭമുണ്ടല്ലോ. ആ സന്ദർഭങ്ങളിലൊക്കെ സ്വന്തം ജീവിതം പോലും പരിഗണിക്കാതെ മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടി രാത്രിയും പകലും മുഴുവൻ പണിയെടുത്ത ആളുകളുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കൊണ്ടുവരുമ്പോ രണ്ട് കളറുകൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ടാവും. ചുവപ്പും പച്ചയും SDPയുടെ കൊടിയുടെ സമാനമായ കളർ ഇട്ടിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിപ എന്ന് പറയുന്ന രോഗം ഈ രാജ്യത്ത് ചില ആളുകൾക്ക്, കേരളത്തിലെ ചില ആളുകൾക്ക് വന്നപ്പോ വീട്ടുകാരും ഡോക്ടർമാരും ഒരേപോലെ മാറി നിന്നപ്പോ, അവരടക്കം ചെയ്യാൻ, അവരെ സംസ്കരിക്കാൻ ബന്ധുക്കൾ പോലും മാറി നിന്നപ്പോ ആരുണ്ട് എന്ന് കണ്ണീരൊലിപ്പിച്ച് നിന്ന ആളുകൾ അടുത്തു പോയിട്ട് ഞങ്ങളുണ്ട്, നിങ്ങൾ സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച ആളുകളുടെ പേരാണ് SDPI എന്ന് പറയുന്നത്. ഞങ്ങൾ ഭയന്ന് പിന്മാറിയിട്ടില്ല. ഇവിടെ കോവിഡ് വന്നല്ലോ. കോവിഡ് വന്നപ്പോ വലിയ പ്രതിസന്ധികൾ ഉണ്ടായി. പല ഹോസ്പിറ്റലും അടഞ്ഞു കിടന്നു, ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. മംഗലാപുരത്ത് ഹോസ്പിറ്റലുകളിൽ കാണിക്കുന്ന ആളുകൾക്ക് മരുന്നിന് കിട്ടാൻ വകുപ്പില്ല. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്, ഇവിടെ മരുന്ന് കിട്ടാൻ ഒരു സംവിധാനവും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ SDPയുടെ മംഗലാപുരത്തുള്ള പ്രവർത്തകർ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് അതിർത്തിയിലെ കാസർഗോഡ് ഞങ്ങളുടെ പ്രവർത്തകന് കൊണ്ടുകൊടുക്കും. കാസർഗോഡ് പ്രവർത്തകൻ അതെടുത്തിട്ട് കണ്ണൂരെത്തിക്കും. കണ്ണൂരെ പ്രവർത്തകൻ ബൈക്കിൽ പോയിട്ട് അതങ്ങ് കോഴിക്കോട്ടേക്ക് എത്തിക്കും. കോഴിക്കോട് നിന്ന് മലപ്പുറം, തൃശ്ശൂരും എറണാകുളം ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീചിത്രയിൽ നിന്ന് പാലക്കാട്ടേക്ക് മരുന്നെത്തിച്ചിട്ടുണ്ട്. ഒരു പാർട്ടിക്കാരും അന്നുണ്ടായിട്ടില്ല. അവരൊക്കെ കണ്ണുനീരൊലിപ്പിച്ചിട്ട് ഹൃദയം അറിഞ്ഞുകൊണ്ട്, ഹൃദയം തുറന്നുകൊണ്ട് പാതിരാവിൽ നിശബ്ദമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ആദ്യത്തെ ഇലക്ഷനിൽ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ മത്സരിച്ചപ്പോ 11 സീറ്റുകളിലേക്ക് ഞങ്ങൾ വിജയിച്ചത്. അത് രണ്ടാം ഘട്ടത്തിലേക്ക് വന്നപ്പോ ഞങ്ങൾ 42 അത് വർദ്ധിപ്പിക്കാനും, മൂന്നാം ഘട്ടത്തിലേക്ക് അത് 42 നിന്ന് 103 ഞങ്ങൾക്ക് അത് വർദ്ധിപ്പിക്കാനും സാധിച്ചത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ, ഞങ്ങളുടെ പ്രവർത്തകര് വീശിക്കൊടുത്ത കാറ്റിനെ, ഞങ്ങൾ അവർക്ക് ഇട്ടുകൊടുത്ത തണലിനെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിച്ചു എന്നതുകൊണ്ടാണ്, അവരതിന് നന്ദി കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് വിജയിച്ചെടുക്കാൻ സാധിച്ചത്. ഒരു പാർട്ടിയുടെയും പിന്തുണയോടുകൂടിയല്ലാട്ടോ. LDF എന്ന് പറയുമ്പോ 6-7 കൊടികൾ അതിൽ കൂടെ കെട്ടാനുണ്ട്. UDF എന്ന് പറയുമ്പോ അവിടെയും 8-9 കൊടികൾ കെട്ടാനുണ്ട്. NDA എന്ന് പറയുമ്പോ 11ഓളം കൊടികൾ അവിടെ കെട്ടാനുണ്ട്. പക്ഷേ ഒരൊറ്റ കൊടി പിടിച്ചുകൊണ്ട് മറ്റാരുമില്ലാതെ എല്ലാ ആളുകളും ഞങ്ങളെ തകർക്കാനും തളർത്താനും ഒറ്റപ്പെടുത്താനും നോക്കിയപ്പോഴാണ് ഞങ്ങൾ അതിനെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, 5 കൊല്ലം കൊണ്ട് SDPI ഫിനിഷ് ചെയ്യുന്നു. അതൊന്ന് കാണണമല്ലോ എന്ന് നമ്മളും വിചാരിച്ചു. സംഭവിച്ചത് എന്താ? അന്ന് CPM ബംഗാളിലുണ്ട്, ത്രിപുരയിലുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അവിടുന്നൊക്കെ ചുരുങ്ങി ഈ കേരളത്തിന്റെ 4 അതിരിൽ CPM ഒതുങ്ങി. നമ്മളോ കേരളത്തിന്റെ 4 അതിരുകളും ഭേദിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോയി. ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് SDPI എന്ന് ഉറക്കെ സിന്ദാബാദ് വിളിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ 4 അതിരുകളിൽ തട്ടി പ്രതിധ്വനിക്കുമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 21 ഭാഷകളിൽ ആ മുദ്രാവാക്യം പരാവർത്തനം ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിയായി SDPI മാറി. നിങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളതാ. യോഗിയുടെ നാട്ടിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് 4 മെമ്പർമാരെ വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് മനുഷ്യൻ. അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ, 8ഓളം സംസ്ഥാനങ്ങളിൽ നമ്മൾ പിടിക്കുന്ന കൊടി പിടിക്കാൻ 21 സ്റ്റേറ്റുകളിൽ ആളുണ്ട്. CPM-നുണ്ടോ? ലീഗിനുണ്ടോ? വേറെ ഏത് പാർട്ടിക്കുണ്ട്? BJPക്കും കോൺഗ്രസിനും ഒരുപക്ഷെ BSPക്കും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വേറെ ഏത് പാർട്ടിയുള്ളത്? 21 ഭാഷകളിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഇന്ത്യയിലെ 3-മത്തെയോ 4-മത്തെയോ പാർട്ടിയുടെ പേരാണ് SDPI എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്, നമുക്ക് MLA അതുകൊണ്ട് വികസനം നടക്കില്ല എന്നൊക്കെ പറയും. ഈ ഒരു ഉദാഹരണം പറഞ്ഞു നിർത്താം. എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്ത് നമ്മുടെ കടങ്ങല്ലൂർ പഞ്ചായത്തിൽ 4 മെമ്പർമാരുണ്ട് നമുക്ക്. അവിടെ ഇലക്ഷനൊക്കെ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് അവിടെ പ്രചരണമൊക്കെ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ബോർഡ് വെച്ചു. ഓരോ മെമ്പർമാരും 5 കോടി 61 ലക്ഷം, 4 കോടി 88 ലക്ഷം, ഇങ്ങനെ കണക്കുകളൊക്കെ വെച്ചു. അപ്പോ പഞ്ചായത്ത് ഭരിക്കുന്ന CPM ആണ്, അവിടുത്തെ MLA CPM ആണ്, MP CPM ആണ്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് കേരളം ഭരിക്കുന്ന CPM ആണ്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് DYFIയുടെ ആളുകൾ ഒരു ബോർഡ് വെച്ച് അവിടെ. ആ ബോർഡിലെ വാചകം എങ്ങനെയായിരുന്നു?
SDPIക്കാര് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഈ ഫണ്ടൊന്നും. അത് MP-യുടെയും MLA-യുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും കേരള സർക്കാരിന്റെയും ഫണ്ടാണ്. അങ്ങനെ ഒരു ബോർഡ് വെച്ചു. അന്ന് രാത്രി തന്നെ SDPIക്കാരായ കുട്ടികൾ പോയിട്ട് വേറൊരു ബോർഡ് കൂടി വെച്ചു. നിങ്ങളുടെ MLA-യുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന്, നിങ്ങളുടെ MP-യുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ കേരള സർക്കാരിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചെടുക്കാൻ മിടുക്കന്മാർ ഞങ്ങളാണ് എന്ന് സമ്മതിച്ചതിന് പ്രത്യേകം നന്ദി എന്ന് പറഞ്ഞൊരു ബോർഡും കൂടി വെച്ചപ്പോ മറ്റേ ബോർഡൊക്കെ CPM-ന്റെ ആളെടുത്തോണ്ട് അവർക്ക് അവരുടെ വാർഡ് മെമ്പർക്ക് ആ ഫണ്ട് മേടിച്ചെടുക്കാൻ സാധിക്കാതിന് നമ്മളെന്ത് കഴിച്ചു? ഈ നാട് ഒരു വ്യക്തിക്ക്, അത് ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ കൊടുക്കുന്ന, നമ്മൾ പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട്, ഞങ്ങൾ ചോദിക്കുന്ന വോട്ടിന്റെ കൂടെ പറയുന്നൊരു വാക്കുണ്ട്, അവർക്ക് അവകാശങ്ങൾ അർഹരിലേക്ക് എത്താൻ എന്നാണ്. വിവേചനമില്ലാത്ത വികസനം എന്നാണ്. ഒരാൾക്ക് അദ്ദേഹത്തിന്റെ അവകാശം, അദ്ദേഹത്തിന് ലഭിക്കേണ്ട അവകാശം, അർഹതയുണ്ട് എങ്കിൽ അവൻ ഏത് പാർട്ടിയാണ് എന്ന് ഞങ്ങൾ നോക്കാറില്ല, അവൻ ഏത് ജനവിഭാഗമാണ് എന്ന് ഞങ്ങൾ നോക്കാറില്ല. അത് കൃത്യമായി അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തിച്ചും ഈ മുദ്രാവാക്യം ഞങ്ങൾ കൊടുത്തത് അത് വെറുതെ ഒരു തമാശക്കുള്ള മുദ്രാവാക്യമായിട്ടല്ല. കഴിഞ്ഞ 5 വർഷം 103 SDPIയുടെ ജനപ്രതിനിധികൾ അവർ ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ മുദ്രാവാക്യം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതൊരു പഞ്ചായത്ത് ബോർഡ് തടഞ്ഞു വെച്ചാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് തടഞ്ഞു വെച്ചാൽ, ഒരു MLA ഈ വാർഡിലേക്ക് കിട്ടേണ്ട ഫണ്ട് തടഞ്ഞു വെച്ചാൽ അത് എങ്ങനെയാണ് മേടിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിച്ചവരാണ് SDPIക്കാര്. അത് പഠിച്ചിട്ടാണ് ഈ പണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ഒരു ആശങ്ക വേണ്ട. ഏതെങ്കിലും ഞങ്ങൾ മത്സരിക്കാത്തൊരു വാർഡില് നിങ്ങൾക്ക് അങ്ങനെ ഫണ്ട് കിട്ടണില്ലെങ്കിൽ ഞങ്ങൾ SDPIയുടെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞോ, അത് വേണമെങ്കിൽ മേടിച്ചു തരാൻ പറ്റൂല്ലേ എന്നുള്ള ഞങ്ങൾ നോക്കാം. അത് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, SDPIക്കാർ മാത്രമാണ് ഇതൊക്കെ കേൾക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരോട് വളരെ വിനീതമായിട്ട് പറയാനുള്ളത്, ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായ ഒരു പ്രതിസന്ധി. ഈ രാജ്യത്ത് സംവരണം വേണ്ട എന്ന് BJPയുടെ MP-മാർ ഇപ്പൊ പറയുന്നു. സംവരണമില്ലാതെ എങ്ങനെയാണ് താഴെപ്പെട്ട ജനതയ്ക്ക് ഉയർന്നു വരാൻ കഴിയുക? വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പിന്നാക്ക ദളിത് വിഭാഗങ്ങളുണ്ട്, ആദിവാസികളുണ്ട്. എങ്ങനെ വന്നു? സംവരണം കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. ആ സംവരണമില്ലെങ്കിൽ അവർ വരില്ല. അതുകൊണ്ട് സംവരണം വേണ്ട എന്ന് സാമ്പാർ മാത്രം ഉണ്ടാക്കുന്ന പഴയിടം നമ്പൂരി വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാ കേൾക്കണേ. ഈ രാജ്യത്ത് ദളിതുകൾ അവരെ മനുഷ്യരായി പരിഗണിക്കുന്നില്ല. മുസ്ലിങ്ങൾ, ആദിവാസികൾ, ഇങ്ങനെയുള്ള ജനങ്ങളൊക്കെ ഞങ്ങളുടെ അടിമകളായി ജീവിക്കേണ്ടവരാണ്, തൊട്ടുകൂടാത്തവരാണ്, വഴിമാറി നിൽക്കേണ്ടവരാണ് എന്ന ഒരു കാലഘട്ടത്തിലേക്ക് രാജ്യത്ത് കൊണ്ടുപോകുമ്പോ അതും കൂടി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ നാട് വികസിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ത്യൻ പൗരന്മാരായിട്ട് ഇവിടെ നിലനിൽക്കാൻ സാധിക്കേണ്ടതുണ്ട്. അവർക്കിവിടെ വോട്ടവകാശം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് സംഘപരിവാറിനെതിരായ ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെയാണ് നിങ്ങൾ പിന്തുണയ്ക്കേണ്ടത്. അത് ഈ രാജ്യത്ത് നിർഭയമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് SDPI ആണ് എന്ന് തിരിച്ചറിയണം. ഇന്ന് വായെടുത്താൽ വർഗീയത പറയുന്ന ഒരാളുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശൻ മതേതരവാദിയാണ്, പുരോഗമനവാദിയാണ് എന്ന് പറയുന്ന ഒരേ ഒരു കൂട്ടര് CPM-ന്റെ ആളുകളാണ്. ഇവിടെ നമുക്ക് വേറെ വിരോധമൊന്നുമില്ല. അവരും RSSന്റെ ഒരു ഇരകളാണ് ഒരു കാലഘട്ടങ്ങളിൽ. പക്ഷെ ഇന്ന് പലപ്പോഴും സംഘപരിവാറുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന, അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. കോൺഗ്രസ് അങ്ങനെയാണ്. ഗുജറാത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി പോയിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി വലിയൊരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാക്കെടുത്ത്, ശ്രദ്ധേയമായ ഒരു വാക്ക്. അദ്ദേഹം പറഞ്ഞത് ഗുജറാത്തിൽ കോൺഗ്രസിനെ ജയിപ്പിക്കണം എന്നല്ല പറഞ്ഞത്. അദ്ദേഹം കോൺഗ്രസിന്റെ താഴേക്കരയിലുള്ള ബൂത്ത് ലെവലിലുള്ള നേതാക്കന്മാരുൾപ്പെടെ, അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകളോട്, ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കന്മാരോട് അടക്കം പറഞ്ഞത്, കോൺഗ്രസിലുള്ള RSSകാരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന്. ഇത് SDPIയുടെ നേതാവ് പറയേണ്ട വർത്താനാണ്. പക്ഷെ അത് രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാണ് രാഹുൽ ഗാന്ധിനെ സുഡാപ്പി എന്ന് വിളിക്കാന്നുള്ളത് നോക്കിയിരുന്നു വിളിക്കുന്നത്. ബാക്കി എല്ലാവരും അത് വിളിക്കുന്നുണ്ട് കേട്ടോ. നേരിന്റെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഇന്ന് പറയുന്നത് ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ, ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ, ഈ രാജ്യത്തെ മതങ്ങൾ തമ്മിലടിക്കരുത് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ വിളിക്കുന്ന പേര് സുഡാപ്പി എന്നാണ്. ആണ് കനഡയിലുള്ള സുനിത ദേവദാസ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും പാലത്തായി കേസില്
ഇന്ന് ശിക്ഷിക്കപ്പെട്ട RSSകാരൻ ശിക്ഷിക്കണമെന്ന് നിലപാടെടുക്കുകയും ചെയ്തതിന്റെ പേരിൽ സഖാക്കളും എന്താ പറയുക RSSകാരും ഒരുമിച്ച് പറഞ്ഞത് സുഡാപ്പികളുടെ ഉണ്ണിയാർച്ചാന്നാണ്. ആ പേര് ഇപ്പോഴും മാറിയിട്ടില്ല. RSSനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ, അതിനെതിരെ നിലപാടെടുക്കുന്ന ആളുകളെ സുഡാപ്പികളാക്കിയ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന RSS വോട്ടർ പട്ടിക ഭേദഗതി ചെയ്തുകൊണ്ട് ആളുകൾക്ക് വോട്ടില്ലാതാക്കി മാറ്റി എന്നും BJPക്ക് അധികാരത്തിൽ വരാൻ പോകുന്നതിൽ സാധ്യത സൃഷ്ടിക്കുന്ന RSS അങ്ങനെ വോട്ടർ പട്ടിക SIR അവര് വിചാരിച്ചതുപോലെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അത് മാറ്റിവെക്കേണ്ടി നിന്നു എങ്കിൽ, അടുത്ത BJP മന്ത്രിസഭ കാലാവധി കഴിയുന്നതിനേക്കാൾ മുമ്പ് ഇന്ത്യ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്നും ഒരു പ്രസിഡൻഷ്യൽ ഭരണത്തിലേക്ക് RSS ഈ രാജ്യത്തെ കൊണ്ടുപോകുമെന്നും നമ്മൾ മുൻകൂട്ടി പ്രവചിക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട്. അതിനെതിരെ വലിയ പോരാട്ടം രാജ്യത്തുണ്ടാകും. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധങ്ങൾ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടാണ് അഗ്നിവീർ സേനാംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് സാധാരണ ജനങ്ങൾക്ക് RSSകാർക്ക് കൊടുക്കുന്ന പരിശീലനം കൊടുത്ത് തൂക്കൊക്കെ കൊടുത്തിട്ട് പരിശീലനം നടത്തിയിട്ട് ഈ അഗ്നിവീർ സേനാംഗങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. ഒക്കെ വളരെ കൃത്യമായിട്ട് പ്ലാനിങ് ആണ്. ഇങ്ങനെയുള്ള ആളുകളാണ് ഈ RSSനെയാണ് BJP അത്ര വലിയ പ്രശ്നമല്ല, അത് അവർ ഫാസിസ്റ്റ് സംഘടനയാണെന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ CPMന്റെ ഒക്കെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും അത് നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടതുണ്ട്. എങ്ങനെയാണ് ദളിതുകളെ, ആദിവാസികളെ അപരവൽക്കരിക്കപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് മുസ്ലിങ്ങളെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് തങ്ങൾക്ക് വോട്ടുകൾ അനുകൂലമാക്കി മാറ്റാൻ പറ്റുന്നത് എന്ന് കോൺഗ്രസും CPMഉം ആലോചിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതെല്ലാം നമ്മുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് കൃത്യമായൊരു നിലപാട് നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചാൽ ഉറപ്പാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലാതെ മറ്റൊരു ഓപ്ഷനും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളെ കൺതുറന്ന് കണ്ടുകൊണ്ട് ഇതിനൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഈ നാട് വികസിക്കണമെങ്കിൽ, ഈ നാട് പുരോഗമിക്കണമെങ്കിൽ, വീടില്ലാത്ത ആളുകൾ നമ്മുടെ വാർഡിൽ ഇല്ലാതിരിക്കണമെങ്കിൽ, എല്ലാ സൗകര്യങ്ങളും എല്ലാവർക്കും ലഭ്യമാകണമെങ്കിൽ, മെച്ചപ്പെട്ട ആരോഗ്യം എല്ലാവർക്കും ലഭ്യമാകണമെങ്കിൽ, നല്ല വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടണമെങ്കിൽ, പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് ഉണ്ടാകണമെങ്കിൽ, അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടണമെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിജയിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ആഷിം ചാമവിളയെയും അതേപോലെ മണലി വാർഡിൽ നിന്ന് മത്സരിക്കുന്ന AR അനസിനെയും, ടൗൺ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന രാജ്യത്തിനെയും, ഇടമലക്കുഴി വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഇർഫാനെയും ഒക്കെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് അവിടെ ജനങ്ങളുടെ പ്രതിനിധിയായി, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരാളായി, നിങ്ങൾക്ക് വേണ്ടി ഇടപെടാനുള്ള ഒരാളായി, നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ പിന്നാലെ നടന്ന് വാങ്ങിയെടുക്കേണ്ടതിന് പകരം നിങ്ങളുടെ പിന്നാലെ വന്ന് നിങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ആളുകൾ അങ്ങ് പഞ്ചായത്തിൽ ഉണ്ടാകണമെങ്കിൽ ഈ പറയപ്പെട്ടവരെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്താൻ വാർഡ് മെമ്പർമാരെ മോണിറ്റർ ചെയ്യാൻ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ആ ഉത്തരവാദിത്വം പാർട്ടിയാണ് ഏറ്റെടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ട് എന്നെ ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് സോഷ്യൽ ഡെമോക്രാറ്റ്.